ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? അപ്പോഴേ ഞാൻ ഇന്ന് ഒരു അടിപൊളി കഥയുമായിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ കഥ ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കി പൊക്കോളൂ കേട്ടോ. വെറുതെ എന്തിനാ ബാഡ് കമൻറ്റുമായിട്ട് വരുന്നത്? അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ കഥ ഇഷ്ടപ്പെടുന്ന എൻ്റെ നല്ല കൂട്ടുകാർ എൻ്റെ കഥ കേൾക്കാൻ മറക്കരുതേ. പിന്നെ അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ കഥയിലെ നായികയുടെ പേര് വരദ എന്നാണ്. അവളൊരു ഹോം നേഴ്സാണ് കേട്ടോ. അവളെക്കുറിച്ച് പറയുകയാണെങ്കിലേ മുടിഞ്ഞ ചാടയും ഒടുക്കത്തെ തലക്കനമുള്ള വ്യക്തി അവൾക്ക് 23 വയസ്സായിട്ടുള്ളൂ. കല്യാണം ഈ അടുത്തങ്ങാട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭർത്താവേ ഒരു ലോറി ഡ്രൈവറാണ്. ഭർത്താവിൻ്റെ അമ്മയുമായിട്ട് അധികം സ്വരച്ചേർച്ചയിലല്ല വരദ. അങ്ങനെയാ അവൾ ഈ തൊഴിൽ തിരഞ്ഞെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ അവളെക്കുറിച്ച് പറയാൻ. ബാക്കി ഫുൾ കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളിപ്പം തന്നെ എല്ലാം കേട്ട് സൂക്ഷിക്കണം. പോട്ടെ, ഫുള്ള് കഥ കേൾക്ക്. പിന്നെ നമ്മുടെ നായകൻ നമ്മുടെ കിരണാണ്. വരദയെപ്പറ്റി പറഞ്ഞല്ലോ, ഇനി കുറച്ച് ഒരു ഡെമോ നമ്മുടെ കിരണിനെ പറ്റിയാവോ. ഇതുപോലൊരു പെൺകൊതിയൻ ഈ ഭൂലോകത്ത് വേറുണ്ടാവില്ല. ആരെ കണ്ടാലും എങ്ങനെയെങ്കിലും കളിക്കണം, അത് മാത്രം അവൻ്റെ മനസ്സിലുള്ളൂ. അവൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെയും അടുത്ത് താമസിക്കുന്ന ഫ്ലാറ്റിലെ ആൻറ്റിമാരെയും ഒക്കെ അവൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവന് എന്താ പൂതിയെന്നറിയോ? നല്ല നാടൻ പെണ്ണിനെ വേണം. അങ്ങനെ അവൻ ഹോം നേഴ്സ് ഓഫീസ് നടത്തുന്ന മായ ചേച്ചിയെ വിളിക്കുകയാണ്. ചേച്ചി, ഇവിടെ പുതിയത് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോഴാണ് കിരണിനോട് അവൾ പറയുന്നത് വരദയെ പറ്റിയിട്ട്. പക്ഷേ അവൾ പറയുന്നുണ്ട്, നിൻ്റെ ഉദ്ദേശമൊന്നും അവളെ കിട്ടില്ല കേട്ടാ. അവളെ ഒരു ചൂടെത്തിയാ, പിന്നെ പോരാത്തതിന് ഇപ്പം കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെ മായ കിരണിന് വരദയുടെ പിക്ക് അയച്ചു കൊടുക്കുകയാണ്. അത് കണ്ടതും കിരണിൻ്റെ മൂലമാറ്റത്തിൽ എന്താ പറയുക, അവൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് അങ്ങനെ പറയല്ലേ, അതാവും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ അവൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരിളക്കം, എങ്ങനെയെങ്കിലും വരദയെ പണിയണമെന്ന്. അങ്ങനെ മായ ഒരു ഐഡിയ കിരണിന് പറഞ്ഞു കൊടുക്കുകയാണ്. നീ നാട്ടിൽ ഒരാഴ്ച ഉണ്ടാവില്ലേ, ഞാൻ അവളെ വിടാം. പക്ഷെ നീ പൊട്ടനായിട്ട് അഭിനയിക്കണം. നിന്നെ നോക്കാൻ വേണ്ടിയിട്ട് അവളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. ബാക്കിയൊക്കെ നിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെ അവൾ അക്കാര്യം ഡീല് ചെയ്യാണ്. അന്ന് വൈകുന്നേരം തന്നെ കിരണിൻ്റെ ഫ്ലാറ്റിലേക്ക് വരദയെ കൊണ്ട് മായ വരികയാണ്. വരുന്ന വഴിക്ക് മായ കിരണിനെ പറ്റി വരദയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വയസ്സ് 32 ഉണ്ടെങ്കിലും ബുദ്ധി 5 വയസ്സുകാരൻ്റെയാണ്. അവനെ നീ നന്നായിട്ട് നോക്കണം, വാശി പിടിപ്പിക്കരുത്. അവൻ്റെ ഫാമിലിയൊക്കെ പുറത്താണ്. നിനക്ക് നല്ല കാശ് ഞാൻ മേടിച്ചു തരാം. അങ്ങനെയൊക്കെ മായ വരദയോട് പറയാണ് കേട്ടോ. അങ്ങനെ മായ വരദയെ കിരണിൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നു. വരദ കിരണിൻ്റെ റൂമിൽ പോയിട്ട് കിരണിനെ നോക്കുകയാണ്. അവൻ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഒരു ട്രൗസർ മാത്രമാണ് കേട്ടോ അവൻ്റെ വേഷം. അവൻ്റെ പൊന്തി നിൽക്കുന്ന മുൻഭാഗത്തേക്ക് നോക്കിയ വരദയുടെ കിളി പോയി. അവളുടെ കെട്ടിയോനെയാണ് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അവൾ അവിടെ വെച്ച് തന്നെ അവളുടെ തുണികളെല്ലാം മാറ്റി. ആ നിമിഷം കിരൺ പോയിട്ട് അവളെ കയറി പിടിക്കുന്നു. പിന്നെ സംഭവിക്കുന്ന രംഗങ്ങളാണ് ഈ കഥയിൽ പറയാനുള്ളത്. അപ്പോൾ കഥ കേൾക്കാൻ റെഡിയല്ലേ? പിന്നെ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, ഹെഡ്സെറ്റ് ഉപയോഗിക്കണം. ഇല്ലാച്ചാൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ പാട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറയുന്ന കഥകളിൽ ഒരു ഇത്തിരി എരിവും പുളിയൊക്കെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കഥയിലോട്ട് പോയാലോ? കിരൺ, ഇനി എന്താ പരിപാടി? ഒരാഴ്ച കമ്പനി അവധിയല്ലേ, നമുക്ക് മൈസൂർക്ക് വിട്ടാലോ? കിങ് ലൈറ്റിൽ നിന്നും ഒരു പുക എടുത്ത് വരുൺ ചോദിച്ചു. ഞാനില്ല അളിയ, നീ വിട്ടോ. എനിക്കിപ്പോൾ നോർത്ത് ഇന്ത്യക്കാരികളോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇനി കിട്ടുവാണില്ലേ നല്ലൊരു നാടൻ ചരക്കിനെ കിട്ടണം. കൂടിയ ഒരു 24 വയസ്സ്. പൈസ എത്ര വേണേലും കൊടുക്കാം. നിന്നെക്കൊണ്ട് പറ്റും? അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പം പറയുമ്പോൾ 24 എന്നൊക്കെ പറയും. കണ്ടാ നമുക്ക് അത് തോന്നുമോ? പിന്നെ ID കാർഡ് എടുത്ത് നോക്കിയാൽ 35 കാണും. അതുകൊണ്ട് വയസ്സ് മാത്രം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതുപോലെ മേക്കപ്പും ഉണ്ടാവുകയാ. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടത് ഞാൻ തന്നെ തപ്പിക്കോളാം അളിയ.
ഞാനേ മായേച്ചി ഒന്ന് വിളിക്കട്ടെ, അവിടെ ഏതെങ്കിലും പുതിയതുണ്ടോ നോക്കാം. എന്നാ ശരി, ഞാൻ പോവാട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കാണാം. ഇതും പറഞ്ഞിട്ട് വരുൺ അവനോട് ബൈ പറഞ്ഞ് പോയി. കിരൺ മായയുടെ നമ്പർ എടുത്തിട്ട് കോൾ ചെയ്തു. ചേച്ചി, നിങ്ങൾ ഫ്രീ ആണോ? അതേടാ, നീ പറഞ്ഞോ. അതെ, പുതുതായിട്ട് വലുതും വന്നിട്ടുണ്ടോ? ഞാനേ ഒരാഴ്ച ഫ്രീയാ. ഡാ മോനെ, നിന്റെ ചോദ്യം കേട്ടാൽ തോന്നുമല്ലോ എനിക്കിതാ പണിയെന്ന്. മര്യാദക്ക് ഹോം നേഴ്സ് ഓഫീസ് നടത്തുക. എനിക്ക് ചീത്തപ്പേരുണ്ടാക്കുമോ നീ? പുതുതായിട്ട് ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, പക്ഷേ പൈസ കൊടുത്താൽ വീഴൂല. ആള് കുറച്ചേ ബോൾഡാ. പോരാത്തതിന് അവളെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. കെട്ടിയോനെ ലോറി ഡ്രൈവറാ. പിന്നെ അയാൾ കൂടുതലൊന്നും വീട്ടിൽ കാണില്ലല്ലോ. പിന്നെ അമ്മായിയമ്മയുടെ ശല്യം, അത് കാരണമാണ് അവൾ ഈ പണിക്കാൻ ഇറങ്ങിയത്. ഇപ്പോൾ അവൾ ഹോസ്പിറ്റലിലാണ്, ഒരു രോഗിക്ക് കൂട്ട് കിടക്കുക. ചേച്ചി, എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെ അവളെ കണ്ടിട്ടേ ഒരു കാര്യമില്ല മോനെ, മായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് കാണട്ടെ ചേച്ചി, ദൂരെ നിന്ന് നോക്കിക്കോളാം, എന്നിട്ട് തീരുമാനിക്കല്ലോ ബാക്കി. ഇത് കേട്ടപ്പോൾ ചേച്ചി എന്നോട് പറയാം, എന്നാ നീ ഒരു കാര്യം ചെയ്യേ, ഇന്ന് ഉച്ചയ്ക്ക് ആ കുട്ടി ഓഫീസിൽ വരുന്നുണ്ട്. വരുമ്പോൾ നിനക്ക് ഞാനൊരു മിസ്ഡ് കോള് തരാം. പുറത്ത് എവിടെയെങ്കിലും നിന്നിട്ട് നീ കണ്ടോ. പിന്നെ എന്നാ ചെയ്യുന്ന, ഈ സമയത്തെ കുറച്ച് ബിസിയുണ്ട്, ഞാൻ പോവുകയാണേ. ശരി ചേച്ചി. അതും പറഞ്ഞ് കിരൺ ഫോൺ വെച്ചു. അപ്പോൾ പറഞ്ഞ പോലെ ചേച്ചി കിരണിന് വേണ്ടിയിട്ട് അവളെ കാണിച്ചു തരും. നേരെ ഞാനൊരു ഫ്ലാറ്റ് നോക്കി നടന്നു കേട്ടോ. ഒരു ഹാളും കിച്ചണും പിന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമും, അതായിരുന്നു മനസ്സിലെ പ്ലാൻ. എന്നിട്ട് നേരെ ചെന്നിട്ടൊരു കുളി പാസ്സാക്കിയിട്ട് ഒരു ഷോർട്ടും ബനിയനും എടുത്തിട്ടു. എന്നിട്ട് ബൈക്ക് എടുത്തിട്ട് മായയുടെ ഓഫീസ് നോക്കി വിട്ടു. സമയം ഏകദേശം ഉച്ചയാകാറായി. എവിടെയെങ്കിലും നിൽക്കാം എന്ന് അവൻ മനസ്സിൽ കരുതി. അവൻ അവിടെ എത്തിയിട്ട് ഓഫീസിൻ്റെ കുറച്ച് ദൂരെയുള്ള ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ചു. എന്നിട്ട് അങ്ങനെ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മായയുടെ മിസ് കോൾ വന്നു. അവൻ ചായ കുടിച്ചുകൊണ്ട് ഓഫീസിൻ്റെ വാതിൽ തുറക്കുന്നത് നോക്കിയിരിപ്പായി. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കൂടിയ ഒരു 22-23, അത്രേ പറയൂ. ഒരു നാടൻ ഐറ്റം ചുരിദാറായിരുന്നു കേട്ടോ അവരുടെ വേഷം. അതിപ്പോൾ പൊട്ടിക്കും എന്നുള്ള തരത്തിൽ 2 സ്വർണ്ണക്കുടങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു മിന്നായം പോലെയാ അവനത് കണ്ടുള്ളൂ കേട്ടോ. അവൻ നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡ് ക്ലോസ് ചെയ്തിട്ട് ഓട്ടോയിൽ കയറിപ്പോയി. കണ്ടപ്പോൾ തന്നെ കിരണിൻ്റെ വഴുതന തരിച്ചു. മനസ്സിലായല്ലോ അല്ലേ വഴുതന എന്ന് പറഞ്ഞപ്പോൾ? അതന്നെ ആളെ അങ്ങോട്ട് എണീറ്റ് നിന്നൂന്ന്. എന്നിട്ട് അവന് ഫോൺ എടുത്തിട്ട് മായ വിളിച്ചു. ഇങ്ങനെ എണീറ്റ് നിന്നാ പിന്നെ എങ്ങനെ അവന് സഹിക്കുകയല്ലേ? അവൻ നേരെ മായയെ വിളിച്ചു. എന്നിട്ട് പറയാ, ചേച്ചി ഞാൻ കണ്ടു കേട്ടോ, നല്ല മുതലാ ചേച്ചി, എനിക്ക് എങ്ങനെയും സെറ്റാക്കി താന്ന്. എടാ പൊട്ടാ, അവൾ അങ്ങനെയുള്ളൊരു പെണ്ണല്ല. പിന്നെ പുതിയതുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചുമ്മാ കൊതിപ്പിക്കാൻ വേണ്ടി കാണിച്ചതാടാ. ഷോ, വല്ലാത്തൊരു കൊതിപ്പിക്കലായിപ്പോയി ചേച്ചി. ഓടാ പൊട്ട. മായ ഒന്ന് ഊറിച്ചിരിച്ചു. ചേച്ചി എന്നെന്താ വിളിച്ചേ? പൊട്ടാന്ന്. ആ, അത് പൊട്ടാണ് ചേച്ചിന്ന്. ചേച്ചി എനിക്ക് എങ്ങനെയെങ്കിലും അവളൊന്ന് സെറ്റാക്കി താ ചേച്ചി പ്ലീസ്. അവൻ്റെ മനസ്സിലുള്ള കാര്യം അതുപോലെ തന്നെ അവളോട് പറഞ്ഞു. ശരി, ഞാനൊന്ന് നോക്കട്ടെ. പൊന്നു മോനെ, നിന്നെ ഞാൻ സമ്മതിച്ചു. ഒന്ന് പോ ചേച്ചി, ചേച്ചിക്ക് വേണ്ടതൊക്കെ ഞാൻ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അവൻ കോൾ ഔട്ട് ചെയ്തിട്ടോ. എന്നിട്ട് നേരെ ഒരു ഫാൻസി കടയിൽ കയറിയിട്ട് കുറേ കളിപ്പാട്ടങ്ങൾ മേടിച്ചു. എന്നിട്ട് അതും കൊണ്ട് നേരെ ഫ്ലാറ്റിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് അവൻ്റെ ഓഫീസിൽ പോകുമ്പോഴുള്ള ഡ്രസ്സും മറ്റ് പാൻസും ഷർട്ടും കട്ടലിന് താഴെയുള്ള ഒരു ഡോയിൽ വെച്ചിട്ട് മൂടി. പിന്നെ ഷോർട്ടും ബനിയനും ബെർമുടയും മാത്രം എടുത്തിട്ട് അലമാരയിൽ വെച്ചു. എന്നിട്ട് കുറേ കളിപ്പാട്ടങ്ങൾ ബെഡ്റൂമിൽ കൊണ്ടുവന്നു. എന്നിട്ട് അതും വെച്ചിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. അങ്ങനെ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെത്തിരിട്ടു. ഈ നേരം മായ വരതയെ വിളിച്ചു. എന്നിട്ട് അവളോട് പറയാം,
മോളെ, നീ ഹോസ്പിറ്റലിൽ പോവണ്ട, അവിടെ ഞാൻ വിളിച്ചിട്ടേ വേറൊരാളാക്കിക്കോളാം. നീ ഇപ്പോഴേ ഒരു ചെക്കനെ നോക്കാൻ ചെല്ലേ. ശരീരം വളർന്നു എന്നേ ഉള്ളൂ, മനസ്സ് വളരാത്ത ഒരു പാവം കുട്ടിയാ. നീ അവനെ പോയി നോക്കണമെന്ന്. അവനെ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാ. ഒരു ചെറിയ കുട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയാ അവൻ നിനക്കും. അവൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല അത്രേ. അവിടെ പോയിട്ട് നിന്നാൽ അവന് സമാധാനമായിട്ട് ഉറങ്ങുകയും ചെയ്യാം, അവനൊരു പേടി ഉണ്ടാവില്ല, നിനക്കും സമാധാനമായിട്ട് ഇരിക്കുകയും ചെയ്യാന്ന്. പിന്നെ ആ വീട്ടിൽ ആരുമില്ല കേട്ടോ, നീ തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. വെറും 2 ദിവസം നിന്നാൽ മതി. നല്ല ക്യാഷ് പാർട്ടിയാണ്, നിനക്ക് നല്ല ശമ്പളം കിട്ടും. വരതയ്ക്ക് പക്ഷേ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ ഓക്കെ പറഞ്ഞു. ഒരു 4 മണിയാകുമ്പോൾ മായ അവളെ പിക്ക് ചെയ്തിട്ട് അവിടെ ആക്കാമെന്ന് പറഞ്ഞു. മായ കോൾ കട്ട് ചെയ്തു. കിരണിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടന്നു എന്ന് അവനോട് പറഞ്ഞു കേട്ടോ. 4 മണിയാകുമ്പോൾ ഞാൻ വരും, ബാക്കിയെല്ലാം നിൻ്റെ കയ്യിലാണ്. 2 ദിവസം കൊണ്ട് അവളെ എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്തോ എന്ന് പറഞ്ഞു. മോനെ, നിന്റെ വഴുതിനയുടെ വലിപ്പം ചേച്ചിക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നേ എന്നും പറഞ്ഞു. ഒന്ന് പോ ചേച്ചി, അതൊക്കെ ഞാൻ നോക്കി ചെയ്തോളാം. പിന്നെ അപ്പോൾ 4 മണിയാകുമ്പോൾ ഞാൻ അവളെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് മായ ഫോൺ കട്ട് ചെയ്തു. കിരൺ 4 മണിയാകുന്നതും കാത്തിരുന്നു. എന്നിട്ട് ഉടുത്തിരുന്ന ഷോർട്ടും ബനിയനും ഊരിമാറ്റി. ഇപ്പോൾ അവൻ്റെ ദേഹത്ത് ഒരു വൈറ്റ് കളർ ജോക്കി ബോക്സർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുൻഭാഗം അവൻ്റെ വലുപ്പമുള്ള വഴുതനയാൽ തള്ളി നിന്നുകൊണ്ടിരുന്നു. അത് തടവിക്കൊണ്ട് അവൻ ജനൽ വഴിയോടെ അവർ വരുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മായയുടെ കാർ വരുന്നത് അവൻ കണ്ടു. കിരൺ ഓടിച്ചെന്ന് വാതിലിൻ്റെ ലോക്ക് തുറന്നു വെച്ചു. എന്നിട്ട് ബെഡ്റൂമിൽ ചെന്നിട്ട് കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് ഉറക്കം മരിച്ചു. ഇന്നേരം വരതയെ കൂട്ടി മായ അവൻ്റെ ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്നു. ചേച്ചി, അപ്പോൾ ഇതുവരെ ഇവിടെ ആരാ നിന്നത്? സംശയഭാവത്തോടെ വരത ചോദിച്ചു. ഓ, അതൊരു ചേച്ചിയായിരുന്നു. അവരുടെ ഓരോ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിലാണ്. അതാ 2 ദിവസം അവർ ലീവ് ചോദിച്ചത്. ഇന്നിപ്പോൾ വരത ഫുഡൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ വല്ല ചായയോ മറ്റോ വേണമെങ്കിൽ അടുക്കള കയറിയാൽ മതി. പിന്നെ ഒരു 7 മണിയാകുമ്പോൾ അവനെ കുളിപ്പിക്കണം കേട്ടോ. അകത്ത് ബാത്ത് ടബ് ഉണ്ട്, തല നനയ്ക്കണ്ട. പിന്നെ മരുന്നൊന്നും കൊടുക്കേണ്ട. പിന്നെ കണ്ടമാനം അവനെ വാശി പിടിപ്പിക്കണ്ട കേട്ടോ. എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുത്തേക്കണം. നമുക്കൊന്നും പോകാനുണ്ടോ? അവർ അകത്ത് കയറിയിട്ട് മായ ബെഡ്റൂമിൽ ഉറങ്ങുന്ന കിരണിനെ വരതയ്ക്ക് കാണിച്ചു കൊടുത്തു. ചേച്ചി, ഇതൊരു 32 വയസ്സ് തോന്നിക്കുമല്ലോ. രോമം നിറഞ്ഞ അവൻ്റെ പുറവും കൈകാലുകളും നോക്കി അവൾ പറഞ്ഞു. ഈ നേരം കിരൺ ഒന്ന് തിരിഞ്ഞു കിടന്നു. ബോക്സറിൽ അവൻ്റെ വഴുതന ഉയർന്നു നിൽക്കുന്നു. കരുത്തുറ്റ നെഞ്ചി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ കട്ടി മീശയും. പിന്നെ വരത അവനെ തന്നെ നോക്കി അങ്ങനെ നിന്നുപോയി. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു അല്ലേ? ചേച്ചി, കുഴപ്പമല്ല ഉണ്ടാവുമോ? കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നുണ്ട്. ഞാൻ പിടിച്ചാൽ നോക്കുമോ? മോളെ, നീ പേടിക്കണ്ട, അവനൊന്നും ചെയ്യില്ല. ആര് വന്നാലും ഒരു പ്രോബ്ലം ഉണ്ടാക്കാറില്ല. അവനെ എണീക്കുമ്പോഴേ ഒരു ഗ്ലാസ് പാല് കൊടുത്താൽ മതി. പിന്നെ അവനായിട്ട് നല്ല കമ്പനി ആയിക്കോ, നോ പ്രോബ്ലം. എന്നാൽ ഞാൻ പോട്ടെ. വരത മായ അവളോട് പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്കി. നീ ഡ്രസ്സ് മാറ്റുന്നില്ലേ? അവൾ ഇട്ടിരിക്കുന്ന കരിനീല ചുരിദാർ കണ്ടിട്ട് മായ ചോദിച്ചു. ആ ചേച്ചി, മാറ്റണം. നീ നിൻ്റെ ഡ്രസ്സൊക്കെ ഈ ബെഡ്റൂമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇവിടെ തന്നെ ഡ്രസ്സ് മാറ്റിക്കോ, അതാ നല്ലത്. എന്നാലേ ഞാൻ പോട്ടെ മോളെ. മായ അവളോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. വരത പുറകെ ചെന്ന് ഡോർ ക്ലോസ് ചെയ്തു. പിന്നെ അവളുടെ ബാഗ് എടുത്തിട്ട് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. ശേഷം ഓറഞ്ച് നിറമുള്ള ഒരു മാക്സി എടുത്ത് പുറത്തു വെച്ചു. എന്നിട്ട് കിരണിനെ ഒന്ന് പാളി നോക്കി. നല്ല ഉറക്കാണെന്ന് തോന്നുന്നു എന്ന് അവൾ മനസ്സിൽ കരുതിയിട്ടോ. അതിനുശേഷം ചുരിദാർ ഊരി മാറ്റി. കിരൺ കണ്ണ് പാടി തുറന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവളുടെ മേലെ ഒരു ബ്ലാക്ക് കളർ അടിവസ്ത്രവും റെഡ് കളർ നിക്കറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാറ്റം ചെറുക്കന്നായിരുന്നു. പൈസ കൊടുത്താൽ ഇങ്ങനെ ഒന്നിനെ കിട്ടില്ല. എന്തൊരു മുന്നും പിന്നെ. ഹോ, വരുണിനെ ഒന്ന് കാണിക്കണം. അവൻ വണ്ടറടിച്ചു പോകും. എന്തായാലും ഇന്ന് രാത്രി തന്നെ ഇവളെ വളച്ചു കളിക്കണം.
ഓർക്കും തോറും ബോക്സറിൽ കിടന്ന വഴുതന കനം വയ്ക്കാൻ തുടങ്ങി. വരദ ഈ നേരം തൻ്റെ ഇട്ടിരുന്നതെല്ലാം ഊരി ഒരു ഒരു ടവൽ ധരിച്ചിട്ട് അവൾ നേരെ കുളിക്കാൻ വേണ്ടി പോയി. കിരണിന് ഇതെല്ലാം നന്നായിട്ട് കാണായിരുന്നു കേട്ടോ. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ ഉടഞ്ഞിട്ടില്ല എന്ന് അവന് മനസ്സിലായി. അവൻ കൈയെടുത്ത് വഴുതനയിൽ വെച്ചു, ഒന്ന് തലോടി, അത് കുറച്ചും കൂടി മൂത്തു. ഇപ്പോൾ ബോക്സർ പൊട്ടിച്ച് വഴുതന പുറത്ത് വരുമോ എന്നവൻ ഭയന്നു. അത്രമാത്രം ടമ്പറായത്. വരദ മാക്സി എടുത്ത് പിന്നിട്ടു. എന്നിട്ട് ഒന്നും കൂടി കിരണിനെ നോക്കി. അപ്പോഴാ അവൾ അവൻ്റെ വഴുതന കണ്ടത്. ഇത് എന്തൊരു വണ്ണവും വലുപ്പോ! അവൾ മുടി കെട്ടി വെച്ചിട്ട് കിരണിൻ്റെ അടുത്ത് വന്ന് നോക്കി. എന്നിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. പാല് കാച്ചി വെക്കാം, എനിക്കുമ്പം കൊടുക്കാലോ. വരദ ഫ്രിഡ്ജ് തുറന്നിട്ട് ഒരു കവറ് പാലെടുത്തിട്ട് ഒരു പാനിൽ ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മേലെ വെച്ചു. ചൂടാകുന്നത് വരെ കാത്തിരുന്നു. ഈ നേരം കിരൺ മെല്ലെ എണീറ്റിട്ട് ഒച്ചയുണ്ടാക്കാതെ കിച്ചണിൽ വന്ന് നോക്കി. വരദ അപ്പോൾ പാല് പതച്ചു പൊങ്ങാതിരിക്കാൻ അതിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കിരൺ ഓടിച്ചെന്നിട്ട് വരദയുടെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് തൻ്റെ വഴുതന അവളുടെ പിന്നിൽ പരമാവധി അമർത്തി ചെവിയുടെ താഴെ കഴുത്തിൽ അവൻ്റെ ഭാഗമായിട്ട് ഒരു ഉമ്മയും കൂടി കൊടുത്തു. ആൻറ്റിക്ക് ഒരു എന്ന് കൊണ്ടാണ് കൊടുത്തത്. ഇങ്ങനെ പെട്ടെന്നുള്ള ആ ഒരു പ്രവൃത്തിയിലെ അവൾ നന്നായിട്ട് പേടിച്ചു കേട്ടോ. കൈ തട്ടി പാല് മൊത്തം തറയിൽ പോയി. അവൾ വേഗം കൊതറി മാറി. അവൾ ആകെ പേടിച്ചു പോയിരുന്നു കേട്ടോ. എന്താ മോനെ, ആൻറ്റി പേടിച്ചു പോയില്ലേ? തൻ്റെ പേടി ഉള്ളിൽ ഒതുക്കിയിട്ട് വരദ അവനോട് ചോദിച്ചു. അവൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി. അവൾ കിരണിൻ്റെ അടുത്ത് ചെന്നിട്ട് അവൻ്റെ കൈ എടുത്തിട്ട് അവളുടെ കൈനോട് ചേർത്ത് വെച്ച് ചോദിച്ചു, മോൻ പേടിച്ചോ? ഇല്ലെന്ന് അവൻ കൊഞ്ചിക്കൊണ്ട് തലയാട്ടിട്ടോ. പേടിക്കണ്ട കേട്ടോ, ഇവിടെ ആൻറ്റി ഉണ്ട്. അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് വരദ. എന്നിട്ട് തിരിഞ്ഞ് മോപ്പെടുത്ത് താഴെ വീണ പാലൊക്കെ തുടച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജ് തുറന്ന് ഒരു പാല് പൊട്ടിച്ച് പാനിലൊഴിച്ചു. എന്നിട്ട് അത് തിളപ്പിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചു. അപ്പോൾ അവൻ ചോദിക്കുക, ആൻറ്റി എനിക്ക് ഇപ്പോൾ തരുമോ പാല്? അപ്പോൾ കൂട്ടുകാരെ, ഈ കഥയുടെ ബാക്കി നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേട്ടപ്പോൾ തന്നെ ഇത് ഇത്രയും വായിച്ചപ്പോൾ തന്നെ എനിക്ക് ആദ്യം വായിച്ച സമയത്ത്. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ കഥ? നിങ്ങൾക്കിഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് എനിക്കറിയാം കേട്ടോ. പിന്നെ ഇതിൽ നല്ല ചൂടൻ രംഗങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പം ആ ചൂടൻ രംഗങ്ങളൊക്കെ എന്താണെന്നും എങ്ങനെയാണെന്നും നിങ്ങൾക്കറിയണ്ടേ? അതുമായിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെൻ്റെ പേജാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ബൈ.